എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിൻ ചാരേ പാർട്ട് 52. ഹാൾമാരട്ടം നടത്തിയിരിക്കുന്നത് ഞാനല്ല. അത് ആരാണെന്നും എന്താണെന്നും ഇവരെ രണ്ടുപേർക്ക് വ്യക്തമായി അറിയാം. ഏമ അത് കേട്ടതും എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി. ഇതേ സമയം അമ്മായി വിയർത്തൊലിക്കാൻ തുടങ്ങിയിരുന്നു. അമല എന്ത് ചെയ്യുമെന്നറിയാതെ ചുറ്റും നോക്കി. ഹലോ, നിങ്ങളിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഷോപ്പ് കത്തിയതിൻ്റെ കാരണം അറിയാനല്ലേ? എന്നിട്ട് ഇവിടെ നടത്തുന്നത് എന്താ? ഭദ്രൻ എല്ലാം കണ്ട് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ഭദ്രൻ ചോദിച്ചതും, ഒരു കേസ് എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പോലീസുകാർക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട. നിഖിൽ അത് കേട്ടതും ഭദ്രൻ ദേഷ്യത്തിൽ നിന്നു. ഇവരെ അറസ്റ്റ് ചെയ്തേക്ക്. ഏമ്മ അമ്മായിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി. എന്ത്, അറസ്റ്റ് ചെയ്യാനോ? അതിന് അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? മുത്തശ്ശി, നിങ്ങൾ അന്വേഷിക്കാൻ വന്നത് എന്തോ അത് എടുത്താ മതി. മാലിനി അത് കേട്ടതും അവരെ ഒന്ന് തറപ്പിച്ചു നോക്കി. പോലീസുമാർ വന്ന് നിന്നിട്ട് പോലും വലിയ അഹങ്കാരത്തിലാണല്ലോ നിൽപ്പ്. ഈ നിൽക്കുന്നവർ സ്വന്തം മോളെ കൊന്ന് ഒളിവിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചതിനും എല്ലാ എണ്ണത്തിനെയും എടുത്ത് ജയിലിലിടാൻ എനിക്കറിയാം. അവളുടെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് എല്ലാവരും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. എന്ത് വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്? അവളുടെ മോള് ഈ നിൽക്കുന്ന അമലയാണ്. അവർ ദേഷ്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞതും, എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അവരും കൂടെ അത് പറയട്ടെ. അമല ഭയത്തോടെ അത് നോക്കി നിന്നു. അമ്മായി എന്ത് ചെയ്യുമെന്നറിയാതെ വീട്ടുകാരെ ഒന്ന് നോക്കി. അതെ, ഇതെന്റെ മോളാ. അമ്മായി അവരൊന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞതും, സ്വന്തം മോളാണെന്ന് പറയാൻ ഇത്രയും വിക്കലോ? ഹേമ, നീ എന്തിനാണ് അനാവശ്യമായി എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആ നിൽക്കുന്ന ആരവിൻ്റെ കാമുകിയല്ലേ? അവനോട് പകരം ചോദിക്കാനല്ലേ ഇവളുടെ കൂട്ടുകാരിയെ വന്നത്? അമ്മായി ദേഷ്യത്ത് പറഞ്ഞതും ഇത് വീട്ടുകാർക്ക് പുതിയൊരു അറിവായിരുന്നു. എന്ത്, ആരവിന്റെ കാമുകിയോ? മാലിനി, എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? അപ്പോഴാണ് അമ്മായിക്ക് എന്താണ് പറഞ്ഞത് എന്ന കാര്യം മനസ്സിലാവുന്നത്. അതമ്മേ, ഇവൾ അമല മോളെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വന്നതാ. അമ്മായി, ഭീഷണി എന്താണെന്നും കൂടെ പറഞ്ഞേക്ക്. അമ്മ അത് കേട്ടതും അമ്മായി മിണ്ടിയില്ല. ഇവനാണ് ഇവിടെ ഇരുന്ന് കള്ളം പറയുന്നത്. ഞാൻ ആരവിൻ്റെ കാമുകിയൊന്നുമല്ല. അല്ലെങ്കിൽ ആരാണെന്ന് ആരവ് പറയട്ടെ. ഹേമ അത് കേട്ടതും ആരവ്, എൻ്റെ കാമുകിയോ? എൻ്റെ കാമുകി തന്നെയാണ് എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെയുള്ളത്. ഇവളെ ഞാൻ അമലയുടെ കൂട്ടുകാരിയായി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത് പോലും. പച്ചക്കള്ളം! എന്നിട്ട് നീ എന്തിനാണ് അവളെ കണ്ടപ്പോൾ ഞെട്ടുന്നത്? ഞാൻ കണ്ടതാണല്ലോ. നിന്റെ കൂടെ അവളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വട്ടം പുറത്തു വെച്ച്. അമല അത്രയും മിണ്ടാതെ നിന്ന അമല ടെൻഷനോടെ ചാടിക്കേറി ചോദിച്ചു, എന്തിന്? ഇവളെ കണ്ട് ഞാൻ എന്തിനു ഞെട്ടണം? എന്തൊക്കെയാ നീ ഈ പറയുന്നത്? ഉണ്ട്, ഇതാ വൈഷ്ണവിയുടെ അടുത്തേക്ക് അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വന്നിരുന്നല്ലോ. അമല, വാട്ട്? എൻ്റെ അടുത്തേക്കോ? ഇല്ലല്ലോ, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. വൈഷ്ണവി കയ്യും കെട്ടി ഗൗരവത്തിൽ പറഞ്ഞതു. വൈഷ്ണവി, ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പൊ നീ അതിനൊന്നും പകരം ചോദിക്കാതെ ഉള്ള സത്യം പറ. അമല വൈഷ്ണവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞതും വൈഷ്ണവിയുടെ മുഖത്ത് ഒരു പുച്ഛം തെളിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ സ്മിതേ? അതുമല്ല, ഞാൻ എന്തിന് നിന്നെ സഹായിക്കണം? വൈശാഖിന്റെ കുഞ്ഞിനെ കൊന്ന് അത് എൻ്റെ തലയിലിട്ട് നിന്നെ ഞാൻ സഹായിക്കണോ? വൈഷ്ണവി ദേഷ്യത്ത് ചോദിച്ചതും അമല ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി.
ഓഹോ, ഇങ്ങനെ പുതിയ കഥകളെല്ലാം ഇവിടെയുണ്ട് അല്ലേ ഹേമ? നോ, ആ പെണ്ണ് ഓരോന്ന് പറയുന്നത് കേട്ട് എൻ്റെ മോളെ കുറ്റക്കാരിയാക്കാൻ ആരും നോക്കണ്ട. അമ്മായി, ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മോള് എന്ന പ്രയോഗം എങ്ങനെ കിട്ടുന്നു നിങ്ങൾക്ക്? സ്വന്തം മോളെ കൊന്ന് ഒരു വാടക മോളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഏട്ടൻ്റെ മകനെ കൊണ്ട് കല്യാണം ഉണ്ടാക്കിയാൽ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന വ്യാമോഹം. കൊള്ളാം കൊള്ളാം. അത് കേട്ടതും അമ്മായി ഒന്ന് ഭയന്നു. അമല എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മായിയെ തന്നെ നോക്കി. ഇനിയെങ്കിലും സത്യം പറയണം. എന്തു പറയാൻ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് അമ്മായി. അവർ വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയതും ഹേമ ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്ന അമലയെ ഒന്ന് നോക്കി. പെട്ടെന്ന് മുഖം നോക്കി ഒന്ന് തല്ലിയതും എല്ലാവരും ഒന്ന് ഞെട്ടി. ഹേ, എന്താ നീ ചെയ്യുന്നേ? മാലിനി. ഹേമ അവരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അമലയെ നോക്കി. നീ ഉള്ള പോലെ കാര്യം പറഞ്ഞ നിനക്ക് കൊള്ളാം ഹേമ. അപ്പോഴും 2 വനിതാ പോലീസുമാർ അമലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി വന്നു നിന്നു. അത് കണ്ട് ഭയന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ, അത് പിന്നെ ഞാൻ അമലയല്ല, സ്മിതയാണ്. എന്നെ ഇവരുടെ മോളായി അഭിനയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അമല. അത് കേട്ടതും ആ വീട്ടുകാർ ഞെട്ടിത്തരിച്ച് അമ്മായിയെ നോക്കി. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇല്ലെങ്കിൽ തന്നെ കത്തിപ്പോയതിൻ്റെ കോടിയുടെ നഷ്ടം. ഇവിടെയോ നിന്റെ നാടകം. ഭദ്രൻ അയാൾ അമ്മായിയുടെ അരികിൽ വന്ന് ദേഷ്യത്തിൽ പറഞ്ഞതും അമ്മായി ഒന്ന് ഞെട്ടി. അത് പിന്നെ ഞാൻ തനിച്ചു ആവാതിരിക്കാൻ. അമ്മായി. സ്വന്തമായി ഉണ്ടായിരുന്ന മോളെ അതിനാണോ കൊന്നത്? ഹേമ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. അതിന് അവർ മറുപടി പറഞ്ഞിട്ട് ഹേമ അമലയെ നോക്കിയപ്പോൾ, ആ കഥ എനിക്കറിയില്ല. എന്നോട് ഇവരുടെ മോള് ആരുടെ കൂടെയോ ചാടിപ്പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ അമല. എങ്കിൽ കേട്ടോ, മറ്റൊരുത്തൻ്റെ കൂടെ ചാടിപ്പോകാൻ നിന്ന മോളെ തല കടിച്ചു കൊന്ന് അവിടെ നിന്നും ആരും അറിയാതെ ഇങ്ങോട്ട് ഓടി വന്നവളാണ് ഈ നിൽക്കുന്നവൾ. ഹേമ അത് കേട്ടത് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? മുത്തശ്ശി. അത് കേട്ടതും അമ്മായി ദേഷ്യത്തിൽ അവരെ നോക്കി. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയെല്ലാം ആയത്. അതിന് ഞാൻ പകരം തന്നിരിക്കും. അമ്മായി അതും ദേഷ്യത്തിൽ പറഞ്ഞ് ഹേമക്ക് നേരെ കൈ നീട്ടി. എന്നെ കൊണ്ടുപോയിക്കോളൂ, ഞാൻ വരാൻ തയ്യാറാണ്. അമ്മായി. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, ഒരു കേസും കൂടെ ഉണ്ടല്ലോ. ഹേമ അത് കേട്ടതും അമ്മായി എന്താണെന്ന പോലെ അവളെ നോക്കി. സുമേ. ഹേമ ശബ്ദത്തെ വിളിച്ചതും അങ്ങോട്ട് ഒരു സെർവൻ്റ് കടന്നു വന്നു. അവരെ കണ്ടതും അമല ഞെട്ടിപ്പോയി. ഇവരെ നിനക്കറിയോ? ഹേമ അമലയൊന്നു മൂളി. ഇത് സുമ, നിങ്ങളുടെ ഇവിടുത്തെ സെർവൻ്റ് അല്ല ഇവൾ. ഇവിടെ കേസ് തെളിയിക്കാൻ ഞാൻ നിർത്തിയ ഒരാളാണ്. ഇവിടെ എത്ര പേരുണ്ടെന്ന്, എത്ര സെർവൻ്റ് ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. നിങ്ങളാണിപ്പോൾ കട കത്തിയെന്ന് പറഞ്ഞ് കേസ് തന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ആർക്കും അറിയില്ല. ഹേമ അതിന് ആരും മറുപടി ഒന്നും പറഞ്ഞില്ല. സുമ കാര്യം പറഞ്ഞോളൂ. ഹേമ അത് കേട്ടതും അന്ന് വൈഷ്ണവിയുടെ ഫുഡിൽ വിഷം ചേർത്തതും അത് ദീപ്തി കഴിച്ചതും ഒടുവിൽ ഇവരെ തലക്ക് തല്ലിയത് വരെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ശേഷം അമ്മായിയും അമലയും ഇത്രയും കാലം ചെയ്ത എല്ലാം അവർ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ഞെട്ടി. ഒരരികിൽ ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ദീപ്തിയും വൈശാഖും വേദനയോടെ പരസ്പരം നോക്കി. മാലിനി എല്ലാം കേട്ട് ഞെട്ടി തകർന്നു നിൽപ്പുണ്ട്. വൈഷ്ണവി ഒരു സമാധാനത്തോടെ ആരവിനെ നോക്കി. അവനൊന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ ഭാര്യയായിരുന്നല്ലോ ഇത്രയും ദിവസം ഈ കുടുംബത്തിൽ എന്ത് നടന്നാലുമുള്ള പ്രധാന കള്ളി. ഇപ്പം മനസ്സിലായല്ലോ ആരാണ് എന്താണെന്ന്. മനുഷ്യന്മാർ എവിടുന്ന് വരുന്നു എന്നതാണ്. അവരുടെ സ്വത്ത് വരുമാനം എന്നല്ല. ആ മനുഷ്യൻ്റെ ബഹുമാനം സ്നേഹമാണ് മനസ്സിലാക്കേണ്ടത്.
കിട്ടിയ ചാൻസിൽ അവൻ ഗോളടിച്ചു. ആരും മറുപടി ഒന്നും പറയാതെ നോക്കി നിന്നു. മുത്തശ്ശിക്ക് സ്വന്തം മോളെ ഒന്ന് നോക്കാൻ പോലും ആവാതെ തല ചെരിച്ചു നിന്നു. ഹോ മതി, അവരെ കൊണ്ടുപോയി എന്താ എന്ന് വെച്ചാൽ ചെയ്യ്. എനിക്ക് എൻ്റെ കടക്കത്തിയ ആളെ കിട്ടണം. ഭദ്രൻ അയാൾ ദേഷ്യത്തിൽ അത് പറഞ്ഞതും അമ്മായി അയാളെന്ന് പുച്ഛത്ത് നോക്കി. ഇപ്പോഴും സ്വന്തം കാര്യം മാത്രം. വൈഷ്ണവി ആത്മാ സ്വന്തം കട കത്തിയതല്ലേ, പറയാം. അതിനു മുമ്പ് ഇതൊന്ന് കണ്ടു നോക്ക്. നിഖിൽ അതും പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് അത് നിവർത്തി കാണിച്ചു. അതിലുള്ള CCTV ദൃശ്യം കണ്ടതും ഞെട്ടിത്തരിച്ചുകൊണ്ട് അയാൾ കള്ളും കുടിച്ച് ആടിപ്പാടി ഒരു പെണ്ണിനെയും ചേർത്ത് പിടിച്ച് സ്വന്തം കടയുടെ മുമ്പിൽ നിൽക്കുന്ന ഭദ്രൻ എന്തെല്ലാമോ പിറുപിറുത്തുകൊണ്ട് അയാൾ ആ പെണ്ണിൻ്റെ മുഖം വ്യക്തവുമല്ല. അതുമല്ല, ആരെയോ വിളിച്ചു വരുത്തുന്നു. വലിയൊരു എണ്ണ ടാങ്കിൽ തന്നെ അവിടെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും മുഖം മറച്ച കുറച്ച് പേർ ആ കടയുടെ മുകളിലേക്ക് എണ്ണ ഒഴിക്കുന്നതും ഭദ്രൻ തീ കൊടുക്കുന്നതും അതിലുണ്ട്. നോ നോ നോ. അത് കണ്ട് ഭദ്രൻ അലറി. ഒരു CCTV മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും പ്രവർത്തിക്കുന്നു പോലുമില്ല. ഇതിൽ നിന്നും ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം മിസ്റ്റർ? നിങ്ങളുടെ കുട്ടിക്കളിയും നാടകത്തിനും നിൽക്കുന്നവരാണ് പോലീസ് എന്നൊരു ധാരണയുണ്ടോ? വെറുതെ ഞങ്ങളെ മെനക്കെടുത്താൻ ഓരോന്നിറങ്ങിക്കോളും. പണമുണ്ടെന്ന തോന്നൽ ഞങ്ങൾ പോലീസുകാരുടെ നെഞ്ചത്തെടുക്കാൻ നിൽക്കരുത്. നിഖിൽ അയാളുടെ നേരെ ദേഷ്യത്ത് പറഞ്ഞതും, സർ ഇത് ഞാനല്ല ചെയ്തിട്ടില്ല. ഞങ്ങളെന്താ പൊട്ടന്മാരാണെന്നോ വിചാരിച്ചിരിക്കുന്നത്? കള്ളും കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം. ഇതിന് തെളിവ് നിങ്ങളുടെ ATM കാർഡ് അവിടെ നിന്നും കിട്ടിയിട്ടുമുണ്ട്. നിഖിൽ തുടരും.